ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒത്തിരി വൈറലായിട്ടുള്ള ഒത്തിരി ഹൈപ്പിൽ നിൽക്കുന്ന ഒത്തിരി പേര് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സൺസ്ക്രീനെ പറ്റിയിട്ടാട്ടോ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ, സ്പോൺസേർഡ് അല്ല. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് അക്വലോജിക്കയുടെ ഗ്ലോ പ്ലസ് ഡൂയി സൺസ്ക്രീൻ ആണ്. വൈറ്റമിൻ സി പ്ലസ് പപ്പായാണ് ഇവർക്ക് ഈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ബ്രൈറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, വീഗൻ ആണ്, അതുപോലെ തന്നെ ക്രൂവാലിറ്റി ഫ്രീ ആണ്. അപ്പോൾ ഇതുപോലൊരു ബോട്ടിലാണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു പമ്പിങ് സിസ്റ്റം ആണ് കേട്ടോ ഉള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള എമൗണ്ട് എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബോട്ടിലാട്ടോ. ഇപ്പോൾ ലീക്കേജ് കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല ഇങ്ങനൊരു പമ്പിങ് സിസ്റ്റം ആയതുകൊണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര തന്നെ എടുക്കാം. പിന്നെ ഈ ഒരു സൺസ്ക്രീന് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു വൈറ്റ് കാസ്റ്റ് നമുക്ക് തോന്നും, പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബും ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഒട്ടും തന്നെ ഹെവിനെസ് തോന്നത്തില്ല കേട്ടോ. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. നമ്മൾ ചില സൺസ്ക്രീൻ ഒക്കെ ഇടുമ്പോൾ എന്തോ നമ്മൾ ഇട്ട പോലെ നമുക്കൊരു ഫീൽ വരത്തില്ല. ഞാൻ ഏതോ ഒരു സൺസ്ക്രീൻ ഒക്കെ ഇടുന്ന സമയത്ത് എനിക്കിങ്ങനെ ഇടുമ്പോൾ തന്നെ ഒരുമാതിരി വിയർക്കുന്ന പോലെയൊക്കെ തോന്നും, ഒരു ചൂട് പോലെയൊക്കെ. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഈ ഒരു സൺസ്ക്രീനിൽ യൂസ് ചെയ്തിട്ട് തോന്നിയില്ല കേട്ടോ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് സൺസ്ക്രീൻ ഇടാൻ മടിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റ് കാസ്റ്റ് ആണ്. ഈ ഒരു സൺസ്ക്രീന് വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ല കേട്ടോ. നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വൈറ്റ് കാസ്റ്റ് നമുക്ക് തോന്നുമെങ്കിലും അപ്പൊ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അതങ്ങ് അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിൽ വൈറ്റ് കാസ്റ്റ് കാണിക്കത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സ്കിന്ന് ഒട്ടും തന്നെ ഓയിലി ആക്കത്തില്ല കേട്ടോ. പിന്നെ ചില സൺസ്ക്രീൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വിയർത്ത് ഒലിച്ച് ആ സൺസ്ക്രീൻ മൊത്തത്തിൽ ഇങ്ങ് പോകൂല. അങ്ങനത്തെ ഒരു സ്വെറ്റിങ് അങ്ങനെയൊന്നും എനിക്ക് ഇതിൽ തോന്നിയിട്ടില്ല കേട്ടോ ഈ ഒരു സൺസ്ക്രീനിൽ. ഈ ഒരു സൺസ്ക്രീൻ ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. ഫ്രാഗ്രൻസ് ഫ്രീ എന്ന് ഉദ്ദേശിച്ചത് ഒട്ടും സ്മെല്ലില്ല എന്നല്ല, എന്നാൽ സ്മെല്ലുണ്ട്. ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതാണ് ഈ ഒരു സൺസ്ക്രീനിലുള്ള ഫ്രാഗ്രൻസ്. മനസ്സിലായോ എന്ന് വെച്ചാൽ ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള സ്മെൽ ഉണ്ടെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു സ്മെല്ല് എന്ന് പറയുമ്പോൾ ഇത് SPF 50+ PA++++ ആണ്. UVA റേസിന്നും UVB റേസിന്നും ഓൾസോ നമ്മുടെ ബ്ലൂ ലൈറ്റ്സിൽ നിന്ന് വരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ചില സൺസ്ക്രീനുകളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ പുറത്ത് പോയൊക്കെ വരുമ്പോൾ എൻ്റെ സ്കിൻ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും റീഅപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ. റീഅപ്ലൈ ചെയ്താലും ടാനിങ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് എനിക്ക് അത്രയും അങ്ങനെ ടാനിങ് തോന്നിയിട്ടില്ല. ഞാൻ എങ്ങനെയാണോ പോയത് അതുപോലെ തിരിച്ച് വന്നതുപോലെ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ഫേസിൽ. അപ്പം ടാനിങ്ങിന് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ. സൺബേണിനും പ്രൊട്ടക്ഷൻ തരുന്ന ഒരു അടിപൊളി സൺസ്ക്രീൻ ആട്ടോ ഇത്. അപ്പൊ ഈ സൺബേണും എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സൺ ടാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ കറുത്തിരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടാനിങ് ഉണ്ടാവുക. ഈ സൺബേൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് നല്ലതായിട്ട് ഇങ്ങനെ ചുമന്ന ഒരു പിങ്ക് റെഡിഷ് കളർ ആവത്തില്ലേ, അതാണ് കേട്ടോ സൺബേൺ എന്ന് പറയുന്നത്. അപ്പൊ സൺടാനും സൺബേണും ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ. ഈ ഇൻഗ്രീഡിയന്റ് അവർ പറഞ്ഞിട്ടുള്ളത് വൈറ്റമിൻ സി പ്ലസ് പപ്പായ ആണ്. അത് അവർ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, വൈറ്റമിൻ സി പ്ലസ് പപ്പായ എന്നുള്ളത്. വൈറ്റമിൻ സിയും പപ്പായയും നമ്മുടെ സ്കിന്നിനെ ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ നമ്മുടെ സ്കിൻ റേഡിയൻസിനെ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. പിന്നെ നിങ്ങൾ ഏതൊരു സൺസ്ക്രീൻ മേടിച്ചാലും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് അതിൽ സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ ഈ സിങ്ക് ഓക്സൈഡ് നമ്മൾ പ്രിമച്വർ ഏജിങ്ങിന് പ്രിവെന്റ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഡ്രൈനെസ് കൂടുതലുള്ള സ്കിന്നാണ് കൂടുതൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചുളിവ് റിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, ചുളിവ് വര കുത്തുകോമയൊക്കെ വരുന്നത് ഡ്രൈനെസ് ഉള്ള സ്കിന്നുകാർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ പ്രിമച്വർ ഏജിങ് എന്ന് വെച്ചാൽ പ്രായത്തിൽ കവിഞ്ഞ് എന്താ പറയാ, പ്രിമച്വർ ഏജിങ് മനസ്സിലായല്ലോ. ഇപ്പൊ 20 വയസ്സാണെങ്കിൽ 35 വയസ്സായ ഒരു ലുക്ക് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ്. അപ്പൊ ആ ഒരു പ്രിമച്വർ ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സിങ്ക് ഓക്സൈഡ്. അതുപോലെ തന്നെ ഡ്രൈനെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു സിങ്ക് ഓക്സൈഡ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അപ്പൊ നിങ്ങൾ ഇതല്ല ഏതൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുത്താലും
സിങ്ക് ഓക്സൈഡ് ഉണ്ടോ എന്ന് നോക്കണം. അടുത്തൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുമ്പോൾ ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ആണ്. ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യണതെന്ന് വെച്ചാൽ ഈ യു വി റേസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അടിക്കുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ആണ് ആ ഒരു റേസിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് സൈഡ് അല്ല, എന്റെ ഒരു ഒപ്പീനിയൻ ആട്ടോ. എക്സ്ട്രീം ആയിട്ട് ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഒരു നാച്ചുറൽ ഗ്ലോ ഇവർ തരുമെങ്കിലും ചില സമയത്ത് ചിലപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഒരു എക്സ്ട്രാ ഓയിൽനെസ് കാണിക്കും കേട്ടോ ഫേസിൽ. അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സാമ്പിൾ പ്രോഡക്റ്റ് ഒക്കെ മേടിക്കാം. ഇപ്പോൾ ഇതൊരു 50 gram ആണ്, 10 ഗ്രാമിന്റെ ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് മേടിച്ച് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 50 gram ഒക്കെ മേടിച്ചാൽ മതിയാവും. കാരണം എല്ലായ്പ്പോഴും നമുക്കൊരു ഗ്ലോയി ഡൂയി ഫിനിഷ് ലുക്ക് പെടണമെന്നില്ലല്ലോ. എപ്പോഴും നമ്മൾ ആ ഒരു ഫിനിഷ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് എനിക്ക് എപ്പോഴും ആ ഒരു ഗ്ലോയി ഡൂയി ഫിനിഷ് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങളത് ജസ്റ്റ് ഒന്ന് സാമ്പിൾ പ്രോഡക്റ്റ് മേടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ മേടിക്കാട്ടോ. എനിക്കൊന്നും ഇപ്പൊ പർപ്പിളില് 419 rupees ആണ് കേട്ടോ. അപ്പൊ ഓഫറൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി റേറ്റ് കുറച്ചിന് കിട്ടും. പർപ്പിളിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചിൽ ദെൻ ബൈ.